ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ പാത്രം കഴുകുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. കാരണം ഒത്തിരി പാത്രങ്ങൾ ഇങ്ങനെ കുന്നുകൂടി കിടക്കുമ്പം അത് ക്ലീൻ ചെയ്യാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലൊക്കെ തോന്നും. പക്ഷെ ബുദ്ധിമുട്ട് തോന്നിയിട്ട് കാര്യമില്ല, നമ്മൾ തന്നെ അത് ചെയ്യേണ്ടതാണ്. അപ്പം മടി പിടിച്ചിരിക്കാതെ പെട്ടെന്ന് നമുക്കത് ചെയ്ത് മാറ്റാൻ പറ്റും. കാരണം ആദ്യം ഞാൻ ഇങ്ങനെ രണ്ട് സെക്ഷനായിട്ടാണ് ഞാൻ ഈ കഴുകുന്നത്. നേരത്തെ പാത്രം കഴുകി വെച്ച് കമഴ്ത്തി വെക്കുന്നൊരു സ്ഥലമുണ്ട് എനിക്ക്. ഈ ഭാഗത്താണ് ഞാനത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നേരത്തെ കഴുകി വെച്ച് വെള്ളം തോരാൻ വെക്കുന്ന സ്ഥലത്തുനിന്ന് ആദ്യം അതെല്ലാം എടുത്ത് അതിൻ്റെ സ്ഥാനത്ത് വെക്കുകയാണ്. വലിയ പാത്രങ്ങളൊക്കെ ഞാൻ നമ്മുടെ ഈ കബോർഡ് ഉണ്ടല്ലോ, അതിൻ്റെ അടിയിലാണ് ഡോറ് തുറന്ന് അവിടെ വയ്ക്കും. പിന്നെ കുറച്ച് പാത്രങ്ങൾ സ്റ്റാൻഡേൽ വയ്ക്കും. മിക്കവാറും ഉപയോഗിക്കുന്ന പാത്രങ്ങൾ മാത്രമേ സ്റ്റാൻഡേൽ നമ്മൾ വയ്ക്കാറുള്ളൂ. അവിടെ ഈ നമ്മൾ കഴിക്കുന്ന പ്ലേറ്റുകൾ, ഗ്ലാസ്, കറി വിളമ്പുന്നത് അങ്ങനെയൊക്കെ ഉള്ളതാണ് അവിടെ ആ സ്റ്റാൻഡേൽ ഓപ്പൺ ആയിട്ടിരിക്കുന്ന സ്റ്റാൻഡിൽ വയ്ക്കുന്നത്. അത് സ്ഥിരം ഉപയോഗിക്കുന്നതുമാണ്. അല്ലാത്ത എല്ലാം നമ്മൾ കഴുകി ഇതുപോലെ ഉണക്കിയിട്ട് കബോർഡിനകത്ത് എടുത്ത് വയ്ക്കാറാണ് പതിവ്. ആ പാത്രങ്ങളെടുത്ത് മാറ്റിയിട്ട് അവിടെ ഒന്ന് തുടച്ചിട്ടിട്ട് പിന്നാണ് നമ്മൾ പണി തുടങ്ങുന്നത്. അതെന്ന് വെച്ചാൽ ആദ്യമേ ആ വാഷ് ബേസിൻ്റെ അകത്ത് കുറച്ച് പാത്രങ്ങൾ കാണും. അത് നമ്മൾ സോപ്പിട്ട് ആദ്യം കഴുകി തേച്ച് വയ്ക്കും. എന്നിട്ട് ആ സിങ്ക് അതിനകത്തും കുറച്ച് പാത്രങ്ങൾ കാണും. കുറച്ച് കഴുകി ഇങ്ങോട്ട് വെച്ചിട്ട് വീണ്ടും വെള്ളം ഒഴിച്ചിട്ട്, അത് കാരണം ആദ്യമേ നമ്മൾ കുറച്ച് പാത്രം നനച്ചിടുന്നൊരു പരിപാടി ഉണ്ട്. അതാകുമ്പോൾ ഇങ്ങനെ സോപ്പിട്ട് 2 പാത്രം തേച്ച് അത് കഴുകുമ്പം ആ വെള്ളം കൂടെ അതിൽ വീഴുന്നുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് വെള്ളം കോരി ഒഴിക്കേണ്ടല്ലോ, ഒന്ന് വെള്ളം തുറന്ന് വിട്ട് അത്രയും വെള്ളം വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എല്ലായ്പ്പോഴും എനിക്കിങ്ങനെ പാത്രം കൂടിക്കിടക്കാറില്ല. ചില സമയങ്ങളിലൊക്കെ ഇങ്ങനെ കൂടിക്കിടക്കും. കാരണം എന്ന് വെച്ചാൽ ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ പണികളൊക്കെ ചെയ്യാൻ വേണ്ടി. കാരണം എനിക്ക് 2 കൊച്ചുമക്കളാണ്. അവർ ജോലിയൊന്നും ചെയ്യാറായിട്ടില്ല. അതെല്ലാം വാപ്പച്ചയുണ്ട്, ഹസ്ബൻഡ് വാപ്പയമ്മയാണ്. 2 പേർ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. 2 പേർക്കും ഇപ്പോഴും ഹോസ്പിറ്റലിൽ ഇങ്ങനെ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റൽ കേസാണ് കൂടുതലും. നിപ്പിലായിരിക്കും ചിലപ്പോൾ അവരെ കൊണ്ട് പോകേണ്ടി വരുന്നത്. അങ്ങനെയൊക്കെ ഉള്ളപ്പം ഇതിവിടെ കിടക്കും. ഞാൻ തന്നെ വന്ന് ചെയ്യേണ്ടത്. മാക്സിമം നമ്മൾ ഇങ്ങനെ കൂടിക്കിടക്കാതെ നോക്കും. ചിലപ്പോൾ ഈ അധിക പാചകങ്ങളൊക്കെ വരുന്ന സമയത്താണ് ഇങ്ങനെ കൂടിക്കിടക്കുന്നത്. കഴിവതും ഇങ്ങനെ ഒഴിവാക്കും. പിന്നെ എന്താ പറയുക, പകൽ തന്നെ പാത്രങ്ങൾ കഴിവതും കംപ്ലീറ്റ് കഴുകി വെക്കാനാണ് ശ്രമിക്കാറ്. രാത്രിയിൽ പിന്നെ നമ്മൾ കഴിച്ച പാത്രങ്ങൾ അന്നേരം തന്നെ കഴുകി വെക്കും. ചിലപ്പോൾ ഈ ചോറ് വെച്ചതും കറി വെച്ചതുമായ കറിച്ചട്ടികൾ ചില സമയത്ത് കഴുകി വെക്കാൻ പറ്റും, ചിലപ്പോൾ കഴുകി വെക്കാൻ പറ്റത്തില്ല. അത് ചിലപ്പോൾ വെള്ളം ഒഴിച്ച് അടച്ച് തന്നെ വെച്ചേക്കും. അത് ചിലപ്പോൾ പിറ്റേന്ന് രാവിലെ എടുത്തായിരിക്കും ഞാൻ കഴുകുന്നത്. പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് ഇച്ചിരി സ്പീഡ് വരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും കറക്റ്റായിട്ട് ഇത്ര മണിക്ക് ഇത്ര എടുത്ത് പോകണം, ഇത്ര മണിക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിലൊന്ന് വിചാരിച്ചാൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ ടൈമർ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടാണെങ്കിലും നമുക്ക് പെട്ടെന്ന് കഴുകി തരാം. ചിലപ്പോൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ്. ഞാനിത് ഏകദേശം കുറച്ച് സമയം എടുത്ത് കഴിയാം. കാരണം നമ്മൾ പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും വിളി വരുന്നത്. മോളെ അതിങ്ങ് എടുക്കുക, അല്ലെങ്കിൽ ഉമ്മച്ചി അതിങ്ങ് എടുത്തത്, അമ്മ അത് എങ്ങനെയെങ്കിലും പുറകിൽ നിന്നൊരു വിളി വരും. അന്നേരം എങ്ങനെയായാലും കൈ കഴുകിയിട്ട് ഇട്ടേച്ച് പോകണം. ഞാൻ മിക്കവാറും മക്കളോട് പറയും, എന്നെ പാത്രം കഴുകുമ്പോൾ എന്നെ വിളിക്കല്ലേ, ഞാൻ പെട്ടെന്നൊന്ന് കഴുകി വെച്ചോട്ടെന്നാണ് പറയാറ്. അത് കൈ കഴുകിയിട്ട് പിന്നെയും വരുമ്പോൾ നമുക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ മാക്സിമം അങ്ങനെ ഞാൻ പിള്ളേരോട് പറയും, എന്നെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ വിളിക്കരുതെന്ന്. പിന്നെ ഇതുപോലെ തേച്ച് വെച്ച പാത്രങ്ങളാണ് പിന്നെ കഴുകാനുള്ള പാത്രങ്ങളെടുത്ത് വാഷ് ബേസിനകത്ത് വെച്ചിട്ട് എന്നിട്ടാണ് ആ കഴുകിയ സോപ്പ് വെള്ളം അങ്ങോട്ടേക്ക് ഒഴിക്കും. അങ്ങനെ ഒഴിക്കുമ്പോൾ ഒരു ഗുണമുണ്ട്, നമുക്ക് വീണ്ടും പ്രത്യേകിച്ച് വെള്ളം അത് തുറന്നു വിടേണ്ട ആവശ്യമില്ല. 1 സെറ്റ് 2 സെറ്റ് അങ്ങനെ കഴുകി വയ്ക്കും. അത് മനസ്സിലിങ്ങനെ പെട്ടെന്ന് ഇത്ര മിനിറ്റ് കൊണ്ട് തീർക്കണം എന്ന് ഉദ്ദേശിച്ച് ഞാൻ കഴുകി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പാത്രം കഴുകൽ തീരും. പിന്നെ ഇങ്ങനൊരു കാര്യം കൊണ്ട് ഞാൻ മക്കളോട് പറയാം, എന്നെ വിളിക്കരുത്. ചിലപ്പോൾ വാപ്പച്ചാട്ടെന്ന് ഞാൻ ഉമ്മച്ചാട്ടെന്ന് പറയാറുണ്ട്, ഞാൻ പാത്രം കഴുകുക, ഞാൻ പെട്ടെന്ന് വരാം, വിളിക്കല്ലേ ഇടയ്ക്കെന്ന് പറയാം. തോനെ പാത്രമുള്ളപ്പോഴാണ് ഞാനിങ്ങനെ പറയുന്നത്. ഇപ്പോൾ പാത്രം കഴുകൽ എങ്ങനെ കംപ്ലീറ്റായി. ഇങ്ങനൊരു മൈൻഡിൽ നമ്മൾ വയ്ക്കുക. അതാകുമ്പോൾ നമുക്ക് ആ പാത്രം കഴുകുന്ന ജോലി പെട്ടെന്ന് നമുക്ക് തീർക്കാൻ പറ്റും കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.